ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ട്രിപ്പ് പോയതിൻ്റെ ഫസ്റ്റ് ഡേ എടുത്തിട്ടുള്ള കുറച്ച് ക്ലിപ്സ് എല്ലാം കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരാഴ്ചത്തെ ട്രിപ്പായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓരോ ദിവസം സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ എല്ലാം കൂടി ആകുമ്പോൾ ഒരു ഭയങ്കര റഷായ പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ പോയിട്ടുള്ള ദിവസങ്ങളിലെ സ്ഥലങ്ങളും അവിടുത്തെ കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോ ക്ലിപ്പിലുള്ളത്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 5:30 ആ ഒരു ടൈമിൽ പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ സ്ട്രോങ് ചായ ഇട്ട് കുടിച്ചു. കുറേ സാധനങ്ങളൊക്കെ തലേ ദിവസം തന്നെ നമ്മൾ കാറിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് എല്ലാ കാര്യങ്ങളും കൂടി ഒന്നുകൂടി ചെക്ക് ചെയ്ത് വെക്കാനുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ യാത്ര തുടങ്ങാണ്. 5:18 നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് രാവിലെ. അപ്പോൾ ഇവരെല്ലാവരും ഉറങ്ങിയിട്ട് അങ്ങനെ കിടന്നിട്ട് വേണം പൊതുവെ പോകാറ്. അപ്പോൾ ഇത്തവണ അവരെല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയിലാണ്. പോകുന്ന സമയത്ത് ഏകദേശം കുറ്റിപ്പുറമൊക്കെ എത്തുന്ന സമയത്തൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മളങ്ങനെ പാട്ടൊക്കെ ഇട്ട് എൻജോയ് ചെയ്തിട്ട് അങ്ങനെ പോവുകയാണ്. പിന്നെ ഈ ടൈം ആയതുകൊണ്ട് തന്നെ റോഡിൽ അങ്ങനെ ഭയങ്കര ട്രാഫിക്കോ അല്ലെങ്കിൽ ഒരുപാട് വണ്ടികളോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് നല്ല സമാധാനപരമായിട്ട് പോവാം. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 8:30 സമയം. എൻ്റെ വാച്ചിൻ്റെ സമയം തെറ്റാണെന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മൾ തൃശ്ശൂർ ഒക്കെ കഴിഞ്ഞ് ഒരു ഏരിയ ഒക്കെ ആയപ്പോഴാണ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത്. കാലടിയൊക്കെ കഴിഞ്ഞിട്ട് പെരുമ്പാവൂർ അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ ചായ കുടിക്കാൻ കയറിയത്. ഞാൻ ഒരു പൂരി സെറ്റും പിന്നെ ഒക്കെയും കുട്ടികളൊക്കെ ഒരു നെയ് റോസ്റ്റുമാണ് പറഞ്ഞത്. പിന്നെ ചായയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൂരിയും നെയ് റോസ്റ്റൊക്കെ ഓക്കെയാണ്. ചായ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ കുടിച്ചു. പിന്നെ അങ്ങോട്ട് കുറച്ച് നമുക്ക് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. മഴ ഒന്നും ഉണ്ടായിരുന്നില്ല. വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റി. അപ്പോൾ കുട്ടികൾക്കൊന്നും അങ്ങനെ ഒരു ഭയങ്കര ക്ഷീണമോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇത്തവണ ഉണ്ടായിട്ടില്ല. പിന്നെ പോകുന്ന വഴി നമ്മൾ റംബുട്ടാൻ കണ്ടപ്പോൾ അത് വാങ്ങിച്ചു. അങ്ങനെ കഴിച്ചുകൊണ്ട് പോലെ എന്തായാലും അത്യാവശ്യം ടൈം റണ്ണിങ് വരുന്നുണ്ട്. അപ്പോൾ റംബുട്ടാൻ നല്ല ഫ്ലഷായിട്ട് നല്ല മധുരമുള്ള റംബുട്ടാനായിരുന്നു. നമ്മൾ നേരിമംഗലം പൈനാവ് റോഡ് അതാണ് നമ്മളെ റൂട്ട് വരുന്നത്. അപ്പോൾ പോകുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ 2 സൈഡിലും ഇതുപോലെ റംബുട്ടാൻ ഒക്കെ ഇങ്ങനെ ഒരു ചെറിയ ടേബിളിൽ ഇട്ടിട്ട് അങ്ങനെ വെക്കൂല, അങ്ങനെ വിൽക്കുന്നുണ്ട് റോഡ് സൈഡിൽ. അപ്പോൾ നമ്മൾ പോകുന്ന വഴി അങ്ങനെ റംബുട്ടാനൊക്കെ കഴിച്ച് അങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്നു. അപ്പോൾ ആണ് നമ്മൾ ഒരു സൈഡിൽ റോഡ് സൈഡിൽ ഇതുപോലെ മഞ്ഞ കളറ് റംബുട്ടാനും കണ്ടത്. അപ്പോൾ വിചാരിച്ചെന്നാൽ കുറച്ച് മഞ്ഞ കളറ് റംബുട്ടാനും കൂടി വാങ്ങിക്കാമെന്ന്. അങ്ങനെ പോയിട്ട് മഞ്ഞ കളറ് റംബുട്ടാൻ വാങ്ങിച്ചപ്പോൾ അവിടുത്തെ ചുവന്ന കളർ ടേസ്റ്റ് ചെയ്തപ്പോൾ ഒക്കെ ഇഷ്ടപ്പെട്ടു തോന്നുന്നു. അപ്പോൾ വീണ്ടും അവിടെ നിന്നും വാങ്ങിച്ചു. നമ്മൾ ഈ ഒരു ട്രിപ്പിൻ്റെ ഇടയിൽ റംബുട്ടാൻ കുറേ വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ട്. മഞ്ഞയും നല്ല മധുരവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, റെഡിൻ്റെ അത്ര തന്നെ സൈസ് ഉണ്ടാവില്ല. അത് ഇങ്ങനെ തന്നെ സൈസ് ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ വലുതുണ്ടോ എന്നൊക്കെ അറിയില്ല. അങ്ങനെ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇടുക്കി ജില്ലയിലേക്കാണ് ഇത്തവണയും പോണത്. നമ്മൾ കഴിഞ്ഞ തവണ ഇടുക്കി ജില്ലയിൽ പോയിരുന്നു. പക്ഷെ കഴിഞ്ഞ തവണ കണ്ട ഭാഗങ്ങളല്ല ഇത്തവണത്തെ ട്രിപ്പിൽ നമ്മൾ കാണുന്ന ഭാഗങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഇടുക്കി ജില്ല ആ ഒരു ഏരിയ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലോങ്ങിൽ കാണിച്ചു തരുന്നത് അത് കല്ലാറ് പാലമാണ്. കല്ലാർ ബ്രിഡ്ജ് ആണത്. ഇപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിലൊക്കെ ഇങ്ങനെ ഭയങ്കര വലിയ പാറകളും ഒക്കെ ആയിട്ട് നല്ല ഒരു ക്ലൈമറ്റാണ്.
നല്ല തണുത്ത ക്ലൈമറ്റാണ്. പക്ഷേ അങ്ങനെ ഭയങ്കരമായ മഴയും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ നല്ല രസമാണ്. പിന്നെ ഈ ട്രിപ്പിൽ എന്താണെന്ന് വെച്ചാൽ കുട്ടികളും അങ്ങനെ ഒരു ഭയങ്കര ടയേർഡായിട്ടോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ട്രിപ്പ്. പിന്നെ നമ്മൾ അങ്ങനെ നമ്മളുടെ വണ്ടിയിൽ തന്നെ പോകുന്നതുകൊണ്ട് നമുക്ക് നിർത്തേണ്ട സമയത്ത് നിർത്താനും അങ്ങനെ നമ്മളുടെ ഒരു സൗകര്യം അനുസരിച്ചിട്ട് പോകാൻ പറ്റും. അപ്പോൾ അതാ നല്ല കോടമഞ്ഞൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമാണ് ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ. പിന്നെ സൈഡ് ഗ്ലാസ്സൊക്കെ താത്തി ചെറുതായിട്ട് ഇങ്ങനെ ഒരു ചെറിയ ചാറ്റൽ മഴ ചെറിയ രീതിയിൽ, ഭയങ്കര ചെറിയ രീതിയിലാണ് ഇപ്പോൾ ഒക്കെ ഉള്ളത്. പിന്നെ നല്ല മൂടൽമഞ്ഞുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടിയിൽ പാട്ടൊക്കെ വെച്ച് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് അങ്ങനെ പോവാണ്. അപ്പോൾ ഇതാണ് കല്ലാർ ഡാമിൻ്റെ ഒരു ഭാഗമാണ്. കല്ലാർ ഡാമിൻ്റെ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെരിയാർ നദിയുടെ ഉപനദിയായിട്ടാണ് ഈ കല്ലാർ നദി സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് ഇതേപോലെ ഡാം ഉണ്ട്. കല്ലാർകുട്ടി ഡാം എന്നാണ് അറിയുന്നത്. ഇടുക്കി ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഇത്. ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡാം ഉണ്ടാക്കിയിട്ടുള്ളത്. 1960 ഇവിടുന്ന് നോർമൽ എന്താ പറയുക വൈദ്യുതി ഉൽപ്പാദനത്തിനും ജലസംഭരണത്തിനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കല്ലാർകുട്ടി ബ്രിഡ്ജിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ഡാമിൻ്റെ ഭാഗത്ത് ബ്രിഡ്ജ് വരുന്നുണ്ട് വേറെ സെപ്പറേറ്റ്. അത് നമ്മൾ ഈ ഒരു പാലത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ലോങ് വിഷനായിട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ അടുത്തൊന്ന് ചോദിച്ചു അങ്ങോട്ട് പോകാനുള്ളൊരു സ്ഥലം ഉണ്ടോയെന്ന്. മീൻസ് വഴി അവിടെ പോയി നമുക്ക് കാണാൻ പറ്റുമെന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ ബൈക്കിൽ പോകുന്ന 2 ചേട്ടന്മാർ ഞങ്ങളെ കൂടെ വന്നവള് വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവരുടെ കൂടെ പോയി. അപ്പോൾ നിങ്ങളൊക്കെ ഈ റൂട്ടിനൊക്കെ പോകുമ്പോൾ അതുപോലെ ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണല്ലോ. അപ്പോൾ നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ പ്രൈവറ്റ് വണ്ടികളൊന്നും കടത്തി വിടില്ല ഡാമിൻ്റെ ആ ബ്രിഡ്ജിലേക്ക്. നമ്മൾ റോഡ് സൈഡിൽ നിർത്തി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നടന്നിട്ട് അതിൻ്റെ മീതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കണ്ടുവരാം, അത്ര തന്നെ. ഇപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട്. ഡാം ഷട്ടർ ക്ലോസ്ഡ് ആണ്. പിന്നെ ഇവിടെ മുന്നേ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു പില്ലറിൻ്റെ ആ സൈഡിൽ വരെയൊക്കെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ചേച്ചിട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല കാണാനും നല്ലൊരു ഗുഡ് ഫീലായിട്ടുള്ളൊരു സ്പേസാണ്. ഭയങ്കര തിരക്കൊന്നുമില്ല. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ പാർക്കിംഗ് ഫീസും പിന്നെ അതുപോലെ എൻട്രി ഫീസൊക്കെ കൊടുത്തിട്ട് അങ്ങനെ കയറി വരാനുള്ള സ്ഥലം വേറെ ഉണ്ട്. അതിൻ്റെ റൂട്ട് വേറെ ഏതോ ആണ് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇതുവഴി പോയപ്പോൾ നമുക്ക് ആ ചേട്ടന്മാർ ഈ വഴി പറഞ്ഞു തന്നതാണ്. നമ്മളവിടെ നിന്ന് കുറച്ച് നേരം അങ്ങോട്ടൊക്കെ നടന്ന് കാര്യങ്ങളൊക്കെ കണ്ടു. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട്, നല്ല തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് നല്ല ഒരു അടിപൊളി ഫീലായിരുന്നു. പിന്നെ നമ്മളവിടെ അങ്ങനെ അധികം നേരം നിന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു 10 മിനിറ്റോളമൊക്കെ അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്ത് നമ്മൾ നേരെ വീണ്ടും നമ്മളുടെ യാത്ര തുടർന്നു. ഇപ്പോഴും നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ പോകുന്നത് റൂം ചെക്ക് ഇൻ ചെയ്യാനാണ്. നമ്മൾ നെടുങ്കണ്ടം PWD റെസ്റ്റ് ഹൗസാണ് ഫസ്റ്റത്തെ 2-3 ഡേയ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ നെടുങ്കണ്ടം എത്തിയിട്ടുണ്ട്. ഇത് ഒരു സിവിൽ സ്റ്റേഷൻ്റെ ഉള്ളിലായിട്ടാണ് PWD റെസ്റ്റ് ഹൗസ് വരുന്നത്. അപ്പോൾ നമ്മളവിടെ അങ്ങനെ കുറച്ച് മാപ്പിട്ട് പോയപ്പോൾ കുറച്ച് ചുറ്റി മീൻസ് ഇതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഏകദേശം വരുന്നത്. അപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോഡായിട്ട് അങ്ങനെ മൊത്തത്തിൽ കുറച്ചൊന്ന് കറങ്ങേണ്ടി വന്നു. ചിലരോട് ചോദിക്കുമ്പോൾ അപ്പുറത്തെ സൈഡിലാണ് പറയും, ചിലരോട് ചോദിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടാണെന്ന് പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ അവസാനം നമ്മൾ കണ്ടുപിടിച്ചു
എത്തി. അവിടെ എത്തിയപ്പോൾ അങ്ങനെ ചെറിയ രീതിയിൽ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. നല്ല കാറ്റുള്ള പ്രദേശമാണ്. ഇതിൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് ആ ഒരു ഏരിയ ഒക്കെ ആയിട്ടാണ് എന്തായിരുന്നു സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയാൽ ഞാൻ അടുത്ത വീഡിയോയിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ നമ്മൾ റൂമിൽ കയറി ചെക്ക് ഇൻ ചെയ്തു. നമ്മുടെ ലഗേജൊക്കെ അവിടെ റൂമിൽ വെച്ച് നമ്മളിനി നേരെ പോണത് ഫുഡ് കഴിക്കാനാണ്. അപ്പോൾ അത്യാവശ്യം ടൈം ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ വരുന്ന വഴി ഇങ്ങനെ ഇതൊക്കെ കഴിച്ചതുകൊണ്ട് റംബൂട്ടാനും കാര്യങ്ങളൊക്കെ കഴിച്ചതുകൊണ്ട് നമുക്ക് അങ്ങനെ ഭയങ്കരമായ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഗൂഗിളിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് തപ്പിപ്പിടിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഹോട്ടലിൽ എത്തിയത്. ഫുഡ് ഒരു കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു, പക്ഷെ ഭയങ്കര പ്രൈസായിരുന്നു. നമ്മൾ നേരെ കാറ്റാടിപ്പാടാണ് ഇപ്പോൾ പോണത്. അപ്പോൾ പോകുന്ന വഴി ഭയങ്കര കാറ്റായതുകൊണ്ട് അവിടെ അങ്ങനെ എന്തൊക്കെയോ മരങ്ങളിങ്ങനെ ഒടിഞ്ഞു വീഴുന്നു. അപ്പോൾ അവിടുത്തെ റോഡ് ബ്ലോക്കായി കിടക്കുന്നു. അങ്ങനെ അവിടെ ആൾക്കാരത് വൃത്തിയാക്കണുണ്ടായിരുന്നു, ആ വീട്ടുകാർ തന്നെ. അങ്ങനെ ഇക്കയും കൂടി ഇറങ്ങിപ്പോയി ഒന്ന് ഫാസ്റ്റാക്കി കാര്യങ്ങൾ പെട്ടെന്ന് കമ്പും ചുള്ളികളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ എടുത്തിട്ട് അങ്ങനെ നമ്മൾ നേരെ കാറ്റാടിപ്പാടത്തേക്കാണ് പോകുന്നത്. കാറ്റാടിപ്പാടം ആക്ച്വലി നമ്മൾ കഴിഞ്ഞ തവണ ഇടുക്കി പോയിട്ട് റിട്ടേൺ വരുന്ന സമയത്ത് ഇതുപോലെ എങ്ങോട്ടോ റൂട്ട് മാപ്പ് ഇട്ടപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വഴി തിരിഞ്ഞ് അങ്ങനെ പോയിട്ട് അപ്പോൾ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു. പിന്നെ വൈകുന്നേരം ആയിരുന്നു, നമ്മൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് പോന്നു. അപ്പോൾ നമ്മൾ തവണ ഏറ്റവും ആദ്യം പ്ലാൻ ചെയ്ത സ്ഥലമാണ് കാറ്റാടിപ്പാടം. ഇവിടെ ഭയങ്കര കാറ്റാണ്. കാറ്റാടിപ്പാടം ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടം രാമക്കൽമേട് മേഖലയിൽ ഒരു ഉയർന്ന പ്രദേശമാണ്. വർഷത്തിൽ എല്ലാ സമയത്തും ഇവിടെ ഭയങ്കര കാറ്റ് വീശും, ശക്തമായ കാറ്റ് വീശുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവിടെ കാറ്റാടികളും അതിൽ നിന്ന് വൈദ്യുതി പദ്ധതികളൊക്കെ ഉണ്ട്. ഒരുപാട് കാറ്റാടി നമുക്ക് കാണാം. നമ്മളിങ്ങനെ ലോങ്ങിൽ നിന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കാറ്റാടി ഭയങ്കര ചെറുത്, പക്ഷെ അടുത്ത് പോയിട്ട് അത്രയും ഭയങ്കര വലുതാണ്. നമ്മളിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോകും. അപ്പോൾ നമുക്ക് ഒരെണ്ണമൊക്കെ അതുപോലെ ഇങ്ങനെ അടുത്ത് കാണാൻ പറ്റുന്ന രീതിയിലുണ്ട്. പിന്നെ കുറച്ച് ദൂരമായിട്ട് അങ്ങനെ ഉണ്ട്. ഭയങ്കര കാറ്റ്, നല്ല പുൽമേടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. കാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാറ്റുണ്ടല്ലോ, അതിനേക്കാളും കൂടുതലായിട്ടുള്ളതാണ്. ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പശ്ചിമഘട്ട മലനിരകളുടെ ഒരു ഭാഗം കൂടിയാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് വെച്ചാൽ കുറച്ചങ്ങ് പോയാൽ രാമക്കൽമേട് കുറുവൻ കുറത്തി മല ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ തവണ രാമക്കൽമേട് കുറുവൻ കുറത്തി മല എന്നുള്ള ആ ഒരു റൂട്ട് മാപ്പ് ഇട്ടിട്ട് വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു സ്ഥലം കണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു അതും ഇതിൽ പെട്ടതാണ്, പക്ഷെ അല്ല, രണ്ടും സെപ്പറേറ്റ് ആണ്. കാറ്റാടിപ്പാടം എന്ന് പറയുന്നത് വേറെ ഒരു സ്ഥലവും രാമക്കൽമേട് കുറുവൻ കുറത്തി മല എന്ന് പറയുന്നത് വേറെ, അവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഭാഗം കൂടി കാണാൻ നിങ്ങൾ പോവുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ അങ്ങനെ രാമക്കൽമേടിലെ കുറുവൻ കുറത്തി മലയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ഈ പ്രദേശത്ത് ജീവിച്ചിരുന്ന ഒരു കുറവനും കുറത്തിയും ഉണ്ടായിരുന്നു. അവരാണ് ബ്രിട്ടീഷുകാർക്കോ അല്ല അവിടുത്തെ രാജാവിന് വഴി കാണിച്ചു കൊടുത്തത്. അപ്പോൾ അവരുടെ ഒരു സ്മരണയ്ക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം പോലെയുള്ളൊരു ഹിസ്റ്ററി. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ രാമക്കൽമേടിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ലോങ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മുടെ തമിഴ്നാടിൻ്റെ തേനി ആ ഒരു ഭാഗമൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇപ്പോൾ അവിടെ തന്നെ ഒരു ഈഗിളിൻ്റെ ഒരു പരുന്തിൻ്റെ ഒരു ശില്പം പോലത്തെ ഒരു ഇതുണ്ട്. അങ്ങോട്ടാണ് അത്. നമുക്ക് അത്യാവശ്യം കുറച്ച് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നല്ല ഹൈറ്റിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തേനി ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. നല്ല രസമാണ് കാണാൻ. നമ്മളിങ്ങനെ ലോങ്ങിൽ നിന്ന് കാണുമ്പോൾ ഒരു വെള്ള പഞ്ഞിക്കെട്ടുകൾ പോലെയൊക്കെ ആയിട്ട് അങ്ങനെ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, രാമക്കൽമേട് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട്. അത് നമുക്ക് ഈ കുറുവൻകുറത്തി മലയുടെ അവിടുന്ന് താഴത്തേക്ക് അങ്ങനെ സ്റ്റെപ്പ് കുറച്ചധികം ദൂരം നടക്കാനുണ്ട്. ആ ലോങ്ങിൽ കാണുന്നൊരു മല പോലെ കാണുന്നുണ്ട്, അവിടെയാണത്. അപ്പോൾ അങ്ങോട്ട് നമ്മളിപ്പോൾ കുട്ടികളായിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയിട്ടില്ല. ആ ദൂരെ കാണുന്നതാണ് തമിഴ്നാട് തേനി ആ ഒരു ഭാഗം വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ ഒന്ന് കണ്ട് നേരെ അവിടുന്ന് തിരിച്ച് പോന്നു.
അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. ഡേ 2-ൽ നല്ല അടിപൊളി വേറെ കുറച്ച് വിഷ്വൽസായിട്ട് ഞാൻ വരാം. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.